Hi students, welcome to Cine's classes. This is our 6th session of Basics of Accounts. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമ്മൾ സോഫാർ തിയററ്റിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ പറയുന്നത് ഇതിനെ ഗോൾഡൻ റൂൾസ് എന്നും പറയും. ജേണൽ എൻട്രീസ് എങ്ങനെ എഴുതാം, ഇതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾ എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. ഈ റൂള് ഇങ്ങനെയാണ്, ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് അവർക്ക് അൾട്ടിമേറ്റ്ലി വേറെ ലെവലിലേക്ക് പ്രോബ്ലംസ് പോകുന്നുണ്ട്. അവർക്ക് ഈ ബൈ ഹാർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം വിട്ടു പോവുകയും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യും. അപ്പം ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താ എന്നറിയുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പോഴാണ്. നമ്മൾ എന്തിനാണ് ജേണൽ എൻട്രി എഴുതുന്നത്? ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നത് അതിൻ്റെ ഒരു അക്കൗണ്ട്സിൻ്റെ ഒരു സ്റ്റേജ് വൈസ് എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി നമ്മൾ ആദ്യം എഴുതും, പിന്നെ അതിനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ലെഡ്ജറിൽ നിന്ന് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസിൽ നിന്നാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വൺസ് ഇൻ എ ഇയർ ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം എത്ര, എക്സ്പെൻസ് എത്ര, നമ്മുടെ ലയബിലിറ്റീസ് എത്ര, അസറ്റ്സ് എത്ര, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നതും നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നതും. നമ്മൾ മോശം പെർഫോമൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം, നല്ല പെർഫോമൻസ് ആണെങ്കിൽ അതിനെ വീണ്ടും കൂടുതലാക്കാൻ എന്ത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഡിസിഷൻസ് വേണമെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ബേസിക്കായിട്ട് നമ്മൾ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യണം. ഈ ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ജേണൽ എൻട്രി എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഉദാഹരണം, സാലറി പെയ്ഡ്. ഈ ജേണൽ എൻട്രി എഴുതുന്നതെന്ന് പറഞ്ഞാൽ സാലറി അക്കൗണ്ട് ഡെറ്റർ 1000 ടു ക്യാഷ് അക്കൗണ്ട് 1000. ഇപ്പോൾ സാലറിയുടെ ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതിയത്. സാലറി അക്കൗണ്ട് ഡെറ്റർ. ഇപ്പോൾ ഡെബിറ്റിനെ ഡെറ്റർ എന്നും ക്രെഡിറ്റിനെ ക്രെഡിറ്റ് എന്നോ CR എന്നോ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാലറി അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, ഈ അക്കൗണ്ട്സ് വരുന്ന ഉടനെ നമുക്ക് മൈൻഡിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. അക്കൗണ്ട്സ് എഴുതുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, നമുക്ക് ഒരു അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിലൊരു ട്രാൻസാക്ഷൻ ആയിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്ട്സ് ഉണ്ട്, നമുക്കറിയാം എന്താണ്, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ ഡെബിറ്റ് എങ്ങനെ ക്രെഡിറ്റ് എങ്ങനെ എന്ന് നമ്മൾ അറിയണം എങ്കിൽ ഈ അക്കൗണ്ട്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അറിയണം. അക്കൗണ്ട്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പേഴ്സണൽ, 2 ഇംപേഴ്സണൽ. നമുക്ക് വരുന്ന ട്രാൻസാക്ഷൻസിൽ വരുന്ന അക്കൗണ്ട്സിനെ നമുക്ക് ജനറലി 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം, പേഴ്സണൽ എന്നും ഇംപേഴ്സണൽ എന്നും. എഗെയിൻ പേഴ്സണലെ നമ്മൾ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും, റിയൽ എന്നും നോമിനൽ എന്നും. അപ്പോൾ പേഴ്സണൽ എന്ന് പറയുമ്പോൾ പേഴ്സൺസ്, ഉദാഹരണത്തിന് മിസ്റ്റർ അമൽ, മിസ്റ്റർ ദിലീപ്, മിസ്റ്റർ സുമേഷ്, ഇവരെല്ലാം പേഴ്സൺസ് ആണ്.
അതുപോലെ തന്നെ നമ്മളിപ്പം പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട്, പല ബിസിനസ് സ്ഥാപനങ്ങൾ നമുക്കറിയാം. എന്താണ് ഇപ്പം എന്നാ പറയുക, ജയലക്ഷ്മി ഒരു ബിസിനസ് സ്ഥാപനമാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പുകൾ, അവരുടെയൊക്കെ പേര്, ആ ഓർഗനൈസേഷൻ്റെ പേര് വരുന്നുണ്ട്, അവരെല്ലാം പേഴ്സൺസാണ്. ദെൻ അതിനെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. 2 റിയൽ. നമ്മളിപ്പം നമ്മുടെ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പല രീതിയിൽ നമുക്ക് ഫർണിച്ചറുണ്ട്, ഫാനുണ്ട്, AC ഉണ്ട്, നമുക്ക് ടേബിൾസുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ലാപ്ടോപ്പുണ്ട്. ഇതെല്ലാം എന്താണ്, അസറ്റ്സ് ആണ്. ഇതാണ് ഇതിൽ വരുന്നത്, റിയൽ അക്കൗണ്ടിൽ വരുന്നത്. നോമിനലിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ദെൻ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നമ്മൾ സാലറി കൊടുക്കുന്നു, നോമിനൽ അക്കൗണ്ടാണ്. റെൻറ്റ് കൊടുക്കുന്നു, നോമിനൽ അക്കൗണ്ടാണ്. നിങ്ങൾക്ക് സെയിൽസ് നടത്തി നിങ്ങൾക്ക് ഇൻകം വരുന്നു, നോമിനൽ അക്കൗണ്ടാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഫീസ് അങ്ങനെയുള്ള ഇൻകം വരുന്നു, അത് നോമിനൽ അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ, അക്കൗണ്ടിനെ നമ്മൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും, പേഴ്സണൽ എന്നും റിയൽ എന്നും നോമിനൽ എന്നും. പേഴ്സണലിൽ വരുന്നത് പേഴ്സൺസ് അല്ലെ ഓർഗനൈസേഷൻസ് ആയിരിക്കും, റിയലിൽ വരുന്ന അസറ്റ്സ് ആയിരിക്കും, നോമിനലിൽ വരുന്ന എക്സ്പെൻസസും ലോസസ് അല്ലെങ്കിൽ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആയിരിക്കും. ഇത്രയും ക്ലാരിറ്റി വന്നു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അക്കൗണ്ട് നമ്മൾ എഴുതുവാണെങ്കിൽ ഇതിന് ഡെബിറ്റ് സൈഡുണ്ട്, ക്രെഡിറ്റ് സൈഡ്. ഇപ്പോൾ ഡെബിറ്റിൽ റിയൽ അക്കൗണ്ട് ആവാം, ക്രെഡിറ്റിൽ നോമിനൽ അക്കൗണ്ടിന് ഡെബിറ്റ് വരാം, നോമിനൽ അക്കൗണ്ട്. ദെൻ പേഴ്സണൽ അക്കൗണ്ടിനും ഡെബിറ്റ് വരാം. അതുപോലെ തന്നെ ഇതിനെല്ലാം ക്രെഡിറ്റും വരാം. ബട്ട് റിയൽ അക്കൗണ്ട് ഡെബിറ്റ് ആകുമ്പോൾ റിയൽ അക്കൗണ്ട് തന്നെ ക്രെഡിറ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. റിയൽ അക്കൗണ്ട് ഡെബിറ്റ് ആകുമ്പോൾ നോമിനൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആകാം, അല്ലെങ്കിൽ നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ആകുമ്പോൾ റിയൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആവാം. അങ്ങനെ ഏത് കോമ്പിനേഷനിലും വരാം. അങ്ങനെ ഒരു റിജിഡ് റൂള് ഇല്ല, ഇതിൻ്റെ ഏത് കോമ്പിനേഷനിലും നമുക്ക് ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും വരും. സിമ്പിൾ വേർഡ്സിൽ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണാതെ പഠിക്കുന്നതിന് പകരം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെബിറ്റ് വരുന്ന സാധനങ്ങൾ നമുക്ക് കുറേ പൈസ കിട്ടാനുണ്ട്, അതിനെ റിസീവബിൾസ് എന്ന് പറയും, അത് അസറ്റാണ്. റിസീവബിൾസിനെല്ലാം ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതിന് ഡെബിറ്റ് ആണെങ്കിൽ അങ്ങോട്ട് കൊടുക്കാനുള്ളതിന് എന്തായിരിക്കും, ക്രെഡിറ്റ്. അപ്പോൾ റിസീവബിൾസ്, ഇങ്ങോട്ട് കിട്ടാനുള്ളതിനെ നമ്മൾ റിസീവബിൾസ് എന്ന് പറഞ്ഞു, കൊടുക്കാനുള്ളതിനെ നമ്മൾ എന്താ പറയുക, പേയബിൾസ്. 2, അസറ്റ്സ് എല്ലാം ഡെബിറ്റ് ആയിരിക്കും. അസറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ലയബിലിറ്റീസ് ക്രെഡിറ്റ് ആയിരിക്കും. 3, എക്സ്പെൻസസ് ഡെബിറ്റ് ആയിരിക്കും, ഇൻകം ക്രെഡിറ്റ് ആയിരിക്കും. ഒന്നുകൂടെ പറയാം, റിസീവബിൾസും അസറ്റ്സും എക്സ്പെൻസസും ഡെബിറ്റ് ആയിരിക്കും, പേയബിൾസും ലയബിലിറ്റീസും ഇൻകവും ക്രെഡിറ്റ് ആയിരിക്കും. ഇനി ഇത്രയും നമുക്ക് അത്യാവശ്യം നോളജായി എന്തിനെ ഡെബിറ്റ് ചെയ്യണം എന്തിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന്. ഇനി റൂള് പറയുകയാണ്. നോർമലി എല്ലാവരും റൂൾ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല, എൻട്രി എഴുതാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. സാധാരണഗതിയിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന കുട്ടികൾ പോലും ജനറൽ എൻട്രി അറിയാത്തവരെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, കാണാതെ ഈ റൂൾസൊക്കെ പഠിക്കും, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അതിൻ്റെ ലോജിക്ക് അവർക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ റൂൾസ് പറയാം. റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പറയാം. ഇതിനെ ഗോൾഡൻ റൂൾസ് എന്നും പറയാം. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ ഫസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ. റിയലിൽ നമ്മൾ ഡെബിറ്റുണ്ട് ക്രെഡിറ്റുണ്ട്. 2
പേഴ്സണൽ. പേഴ്സണലും ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ്. 3 നോമിനൽ. നോമിനലിലും ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്. ഇനി റിയലിൽ നമ്മൾ എന്തിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്? അസറ്റിനെ ഡെബിറ്റ് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ. അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യും, അത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ. റൂൾ ഇതാണ്: ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് ആണെന്ന് പറഞ്ഞു. അവിടെ റിസീവറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യും. അതായത് പൈസ റിസീവ് ചെയ്യുന്ന ആളെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യും. നോമിനൽ അക്കൗണ്ടിൽ 2 കാര്യങ്ങളാണ് വരുന്നത്: എക്സ്പെൻസസിനെയും ലോസസിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഇൻകത്തിനെയും ഗെയിൻസിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതായത് നമുക്കുണ്ടാകുന്ന എക്സ്പെൻസസ് ആയ സാലറി, റെൻറ്റ് തുടങ്ങിയ എല്ലാ എക്സ്പെൻസ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഓഫീസ് എക്സ്പെൻസസ്, റിഫ്രഷ്മെൻറ്റ് എക്സ്പെൻസസ്, ഇതിനെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇൻകത്തിനെ നമ്മുടെ സെയിൽസ്, നമ്മുടെ കമ്മീഷൻ, എല്ലാം അത്തരത്തിലുള്ള എന്ത് ഇൻകം വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ റൂൾ ഇതാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, അസറ്റ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് റിസീവർ, ക്രെഡിറ്റ് ഗിവർ. നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ദെൻ ഏറ്റവും ലാസ്റ്റ് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അതിനു മുന്നേ ഒരു സമ്മറി പോലെ കാണിക്കാം. ഡെബിറ്റും ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻസ് വരുന്നു. അക്കൗണ്ട്, ഡെബിറ്റ് എന്തിന്, ക്രെഡിറ്റ് എന്തിന്. അസറ്റ് നമുക്കറിയാം, അസറ്റ് കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, അസറ്റ് തന്നെ കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ഈ അസറ്റിന് ഓപ്പോസിറ്റാണ് ലയബിലിറ്റി. ലയബിലിറ്റി കൂടിയാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ലയബിലിറ്റി കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ഇത് റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ്. ഇനി പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ ആരാണോ റിസീവർ, റിസീവറിനെ ഡെബിറ്റ് ചെയ്യും, ആരാണോ ഗിവർ, ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യും. ദെൻ നോമിനൽ അക്കൗണ്ട് എക്സ്പെൻസസിനെ ഡെബിറ്റ് ചെയ്യും, ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ബിസിനസ്സിൽ എന്തൊക്കെയാണ് സാധ്യത? നമുക്ക് കുറേ ചിലവുകളുണ്ടാവും, കുറേ വരവുകളുണ്ടാവും, നമുക്ക് കുറേ ആസ്തി ഉണ്ടാവും, കുറേ ബാധ്യത ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളെ നമ്മൾ അക്കൗണ്ട്സിൽ ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളുടെ എല്ലാം ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആസ്തി കൂടിയാൽ ഡെബിറ്റ്, കുറഞ്ഞാൽ ക്രെഡിറ്റ്. ലയബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ്, കുറഞ്ഞാൽ ഡെബിറ്റ്. പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് റിസീവർ, ക്രെഡിറ്റ് ഗിവർ. നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ഇൻകംസ്, ക്രെഡിറ്റ് ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രീസ് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇതിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ, റെൻറ്റ് പെയ്ഡ് 2000. ഇതിന് നമ്മൾ റെൻറ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നോക്കിക്കേ, റെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പെൻസാണ്. എക്സ്പെൻസിനെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഡെബിറ്റ്. അപ്പോൾ റെൻറ്റിന് നമ്മൾ ഡെബിറ്റ് കൊടുക്കും. റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ 2000
ടു ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ, ചേർത്ത് എഴുതരുത്. ടു എന്ന് പറയുമ്പോൾ നമ്മൾ റൂൾ അനുസരിച്ചാണ് ക്രെഡിറ്റ് ദ ഗിവർ, നമ്മൾ കൊടുത്തു, ഗിവറിനാണ് ക്രെഡിറ്റ് പോകേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നമ്മളാണ് പൈസ കൊടുത്തത്, നമ്മുടെ അക്കൗണ്ട്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളുടെ അക്കൗണ്ട് ഒരിക്കലും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓപ്പൺ ചെയ്യത്തില്ല. നമ്മളുടെ പേര്, അതായത് എൻ്റെ പേര് സിനി എന്നാണ്, എൻ്റെ അക്കൗണ്ട്സാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ റെൻറ്റ് കൊടുത്തെങ്കിൽ റെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു സിനി എന്നൊരിക്കലും എഴുതത്തില്ല. സിനി എന്നൊരു അക്കൗണ്ട് ഒരിക്കലും നമ്മൾ ഓപ്പൺ ചെയ്യത്തില്ല. അതിന് പകരം പിന്നെന്താ, റെൻറ്റ് നമ്മുടെ എക്സ്പെൻസാണ്, അത് ഡെബിറ്റ് ചെയ്തു. നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ്. ക്യാഷ് ഒരു അസറ്റാണ്, അസറ്റ് കുറഞ്ഞു, അപ്പോൾ ക്യാഷിന് ക്രെഡിറ്റ്. ഇതാണ് എൻട്രി. ദെൻ എക്സാമ്പിൾസ് ഒരുപാടൊന്നും ഞാൻ പറയത്തില്ല, നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും കുറേ എൻട്രീസ് എടുത്തിട്ട്. സാലറി പെയ്ഡ് ടു ദിയ, സാലറി കൊടുത്തു, ദിയയ്ക്ക് സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ എൻട്രി എന്താ? സാലറി എക്സ്പെൻസാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സാലറിക്ക് നമ്മൾ ഡെബിറ്റ് കൊടുക്കും. ദെൻ ദിയയാണ് റിസീവർ, അപ്പോൾ ദിയയ്ക്ക് ഡെബിറ്റ് കൊടുത്തു. ടു, നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. ഇനി നോക്കുമ്പോൾ ഇവിടെ എന്താണ്, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സാലറി എക്സ്പെൻസാണ്, അതിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ദിയ ആണല്ലോ റിസീവർ, ദിയയ്ക്ക് ഡെബിറ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്ട്സേ പാടുള്ളൂ, 3 ആസ്പെക്ട്സ് വരത്തില്ല. ഇപ്പോൾ ദിയ എന്ന് പറയുന്ന പേഴ്സണ് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. കാര്യം നോമിനൽ അക്കൗണ്ട്സിൽ നമ്മൾ നോമിനൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസിലാണെങ്കിൽ, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ട്രാൻസാക്ഷൻസിലാണെങ്കിൽ ആ അക്കൗണ്ടിനാണ് നമ്മൾ പ്രൊമിനൻസ് കൊടുക്കുന്നത്, പേഴ്സൺ അല്ല. അപ്പോൾ ദിയയ്ക്ക് റിലവൻസ് ഇല്ല. എന്തിനാണ് റിലവൻസ് ഉള്ളത്? സാലറിക്കാണ് റിലവൻസ് ഉള്ളത്. സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ലെക്ചറിൽ പഠിച്ചത് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. നിങ്ങൾ ഇത് പഠിക്കുന്നവർക്ക് നോർമലി ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ തറോ ആയിട്ട് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് എക്സാമ്പിൾസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് my channel for further videos. Thank you very much.